പൂച്ചക്കാട് കവർച്ച പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രവാസിയായ മജീദിന്റെ വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന കേസിലാണ് പ്രതി കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജനെ പൂച്ചക്കാട്ട് തെളിവെടുപ്പ് നടത്തിയത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൾ മജീദിന്റെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 1/2 കോടിയിലേറെ രൂപയുടെ സ്വർണവും പണവും കവർന്ന കേസിലാണ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജൻ മറ്റൊരു കവർച്ചാ കേസിലാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. പിന്നീട് ചോദ്യം ചെയ്യലിലാണ് പൂച്ചക്കാട്ട് കവർച്ചയിൽ തുമ്പുണ്ടായത്. കഴിഞ്ഞ ഏപ്രിൽ 16 ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിലെ വീടിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലാണ് നടരാജ് പിടിയിലായത്. നേരത്തെ ഈ കേസിൽ 3 പേർ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നാണ് മോഷണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ നടരാജനാണെന്ന് മനസ്സിലായത്. കൂട്ടുപ്രതികൾ നൽകിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. വീടുകളുടെ വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് നടരാജന്റെ രീതി. കേരളത്തിലെത്തി മോഷണം നടത്തിയാൽ പിന്നെ ഉടൻ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടും. പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. ഇതിനിടയിൽ കോയമ്പത്തൂർ മേട്ടുപ്പാളയത്തിൽ നിന്ന് അതിസാഹസികമായാണ് പിടികൂടിയത്. തൃശൂരിലെ മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട നടരാജൻ ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെത്തി വൻ മോഷണം നടത്തിയത്. പോലീസിന്റെ വലയിലാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് നടരാജൻ ബേക്കലിൽ കവർച്ച നടത്തിയത്. വാതിൽ കുത്തി തുറന്ന പ്രതി 45 പവൻ സ്വർണവും 35,000 രൂപയുമാണ് കവർച്ച നടത്തിയത്. 2 കിടപ്പുമുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവുമാണ് നഷ്ടമായത്. ഇയാൾക്കെതിരെ പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലും കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമായി 30-ലധികം കേസുകൾ നിലവിലുണ്ട്. ഷൊർണൂർ പോലീസ് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് ഷൊർണൂരിലെത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. പൂട്ടിയിട്ട വീടിന്റെ മുൻവാതിൽ പിക്കാസ് ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.